നമുക്ക് ഈ കുത്ത് കിട്ടുമ്പോഴേ നമ്മൾ ആരാണെന്ന് അറിയത്തുള്ളൂ. സത്യമല്ലേ? നമ്മൾ ആരാണെന്നറിയാം. ഇത് ഞാൻ പേടിച്ചാൽ പറയുക. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഫിലിപ്പിയർ 1:27. ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ ദൂരത്തിരുന്നു നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന്. അപ്പം നമ്മൾ ക്രിസ്തുവിൽ ജനിച്ച് മാത്രം പോരാ, ക്രിസ്തുവിൽ ജീവിക്കണം. വേണ്ടേ? ക്രിസ്തുവിൽ ജീവിക്കുന്നത് ഒരു വലിയ പോരാട്ടമാണ്. അതുകൊണ്ടാണ് നാം പാടുക, പാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ച് ആറുതൽ പെടും ഞാൻ, തീരുമെൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗേ ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ഏത് ഉപവാസ പ്രാർത്ഥനയ്ക്കും കൺവെൻഷനും അവസാനം പാടിയാൽ ജനങ്ങൾ ആത്മാവിലാകുന്ന ഒരു പാട്ടാണ്. പക്ഷേ എനിക്കത് പാടാൻ ഇച്ചിരി പാടുക. പാരിച്ച ദുഃഖത്താൽ പോരാട്ടം ആകലും. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്, അല്ലേ? ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. എതുവഴിയാണ് പോരാട്ടം വരുന്നത് നമുക്കറിയത്തില്ല. ഇവിടെയാണ് കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ടത്. എളിയവനായ ഈ ദാസൻ എനിക്കൊരു മണിപ്പൂരി സഹോദരൻ തൻ്റെ മകന് ഞാൻ 2 വട്ടം ബ്ലഡ് കൊടുത്തപ്പം അദ്ദേഹം എനിക്ക് കൈകൊണ്ട് തയ്ച്ച് തന്ന ഒരു ബാഗിനകത്ത് വിശുദ്ധ വേദപുസ്തകം ഇട്ടുകൊണ്ടൊരു ബൈക്ക് യോഗത്തിന് പോകുമ്പം എൻ്റെ നാട്ടിൽ കൂടെ ഞാൻ യോഗത്തിന് പോകുമ്പോൾ എൻ്റെ ഒരു സഹോദരനുമുണ്ട്. ഒരു സഹോദരൻ റോഡേ ഇങ്ങനെ നടന്നു വരുന്നു. ഞാൻ അന്ന് ഹെൽമെറ്റ് നിർബന്ധമല്ല. ഞാൻ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് വലിയ കാര്യത്തിൽ ബൈക്ക് ചവിട്ടി ചോദിച്ചു, സഹോദര എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു. ഇയാൾ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എൻ്റെ ചെവി ചോദിച്ചു, നിൻ്റെ തന്തയുടെ ശവടക്കം എന്താണെന്ന് ചോദിച്ചു. ഒരു കാര്യമില്ലാത്ത പോരാട്ടം. ഞാൻ വെറുതെ പോയതാണ്. ഇയാളോട് ഞാൻ വലിയ കാര്യത്തിൽ വിശേഷം ചോദിച്ചതാണ്. നിൻ്റെ തന്തയുടെ ശവടക്കം എന്താണെന്ന് ചോദിച്ചു. ഞാൻ വേദവസം തോളയിട്ട് സഞ്ജീവമായിട്ട് ഇറങ്ങി മുണ്ട് മടക്കി കുത്തിയിട്ട് പറഞ്ഞു, നിന്നെ അടക്കിയതിൻ്റെ പിറ്റേ ദിവസം ഉള്ളെന്ന് പറഞ്ഞു. ഇവൻ ഓടി, ഞാൻ പുറകെ ഓടി. കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ ഇടവഴി ഓടിയോണ്ട് എനിക്ക് അവനെ കിട്ടിയില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി വെറുതെ പോരാട്ടം വരും. ഞാൻ സന്തോഷത്തിന് ചോദിച്ചാൽ എന്തുകൊണ്ട് വിശേഷമെന്ന്. ഇവൻ എന്നോട് ഇത് ചോദിക്കേണ്ട വല്ല കാര്യമാണ്. ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? പോരാട്ട ജീവിതം ആണോ അല്ലയോ? വെറുതെ വന്ന് കയറുന്ന കയ്യാവേലി കണ്ടോ? വല്ല കാര്യമുണ്ടോ? എൻ്റെ തന്തയുടെ ശവയുടെ പുള്ളിയെ ഞാൻ കണ്ടിട്ടാണ് പോയെ. കാപ്പിയും കൊടുത്തിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് പോയ എന്നോട് ചോദിക്കുകയാണ് ശവകടക്ക് എന്നാണ്. സഹിക്കുമോ? ഇല്ല. അപ്പോഴാണ് മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണെങ്കിലും വിശ്വാസ ജീവിതത്തിന് എന്തുണ്ട്? പോരാട്ടമുണ്ട്. ഇങ്ങനെ പോരാട്ടം വരുമ്പോൾ എന്തോ പറയണം? പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണം. എളുപ്പമാണോ? അല്ല. പക്ഷെ സാധ്യമല്ലാത്ത ഒരു കാര്യവും കർത്താവ് പറയത്തില്ല. മനുഷ്യരാൽ അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. ചിലപ്പോൾ നമ്മൾ ഈ റോഡേ പോകുമ്പോഴായിരിക്കും വെറുതെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് നമ്മളോട് വഴക്കിന് വരും. ഇപ്പോൾ ഒരു കാര്യം ഓർത്തോണം, വണ്ടിക്കാർ വെറുതെ കയറിയിട്ട് ക്രോസ് ഇടും, ഇവർ കയറിയിട്ട് വാലുകൊണ്ട് അടിക്കാൻ വരും. ഇപ്പോഴൊക്കെ ഒഴിഞ്ഞു പൊക്കോണം. അപ്പോഴാണ് നമ്മളറിയുക നമ്മൾ ആരാണെന്നറിയുക. ശരിയല്ലേ? ആരാണെന്നറിയണമെങ്കിൽ നമ്മളെ തൊടണം. നമ്മുടെ ചങ്കയെ തൊടുമ്പോഴേ നമ്മൾ ആരാന്നറിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഏത് പ്രത്യേക സാഹചര്യത്തിലും ഈ ഒരു വാക്ക് വരുവാൻ. ഒരുവൻ്റെ ആരാണെന്ന് അളക്കുന്നത് അവൻ്റെ വാക്കല്ലേ? അവൻ്റെ വാക്കാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ഒന്നാമത്തെ വഴി, പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണം. കരം ഉയർത്തി എല്ലാവരും ഒന്ന് പറഞ്ഞേ, പിതാവേ, ഇവർ ചെയ്ത് എന്തെന്നറിയാൻ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഞാൻ ചിലപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പം നമ്മൾ സാക്ഷി ചിലപ്പം ഒരു കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ ഇന്ന് നീ പാട്ട് പാടാൻ പറഞ്ഞു സ്വോത്ര കാഴ്ചയ്ക്ക്. പക്ഷെ പെട്ടെന്നൊരു പാട്ടുകാരൻ ഗസ്റ്റ് വന്നു, പറയാൻ ഒത്തില്ല. നമ്മൾ ആ ഗസ്റ്റിന് പാട്ട് കൊടുത്തു. ആര് പിണങ്ങും? പെൺകുട്ടി പിണങ്ങിയാൽ സാരയില്ലായിരുന്നു. പക്ഷെ പെൺകുട്ടിയുടെ അമ്മ കയറി പിടിക്കും. അമ്മ കയറി പിടിക്കുമ്പോഴാണ് വിവരം പറയുന്നത്, എൻ്റെ കൊച്ചിനെ കൊതിപ്പിച്ചില്ലേ, നിങ്ങളുടെ കൊച്ചാണെ നിങ്ങളെന്തോ ഇതന്നെ, എൻ്റെ കൊച്ചിനെ നിരാശപ്പെടുത്തിയില്ലേ, ഇനി അവൾ പറഞ്ഞു മേലി പാടത്തിലെന്ന്, ഇതിന് നിങ്ങൾ മാത്രമല്ല ഉത്തരവാദി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യാനാ? ഗതികേടിനാണ് അറിയാതൊരു ഗസ്റ്റ് വന്നത്. സോറി എന്ന് പറയാൻ സമയം കിട്ടിയില്ല. ഗസ്റ്റിന് വേറെ പാട്ടുകാരനാണ്, പുള്ളിക്ക് പ്രസംഗിക്കാൻ കൊടുക്കാൻ ഒക്കത്തില്ലല്ലേ, പാടാനല്ലേ ഒക്കത്തുള്ളൂ. പാട്ട് പാടാം. പല സഭകളിലെയും പ്രശ്നം പാട്ടാണെന്ന് പറഞ്ഞാൽ അതൊരു സത്യ. ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ 80 പേരുള്ള സഭയിലെ 40 പേരും കൊയറാണ്. 4 ആഴ്ചയിലും ഓരോ കൊയർ. എന്താ കാര്യം ചോദിച്ചപ്പോൾ പാസ്റ്ററുണ്ട് പറഞ്ഞു,
കൊയറിൻ്റെ പ്രശ്നം കൊണ്ട് അറ്റാക്ക് വന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അടുത്ത അറ്റാക്ക് പേടിച്ച് എല്ലാവരെയും കൊയറിലാക്കി. ഓരോ ആഴ്ചയിലും ഓരോരുത്തർ. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ആഴ്ചയിലും ഇവർ തമ്മിൽ പെർഫോമൻസാണ്, വഴക്ക, അവർ കോമ്പറ്റീഷനാണ്. ഇതൊരു കോമ്പറ്റീഷൻ സമൂഹഗാന മത്സരമാണ് ഇവിടെ എല്ലാ ആഴ്ചയിലും നടക്കുക. അപ്പോൾ അതുകൊണ്ട് ആത്മീയത പോയി, വിടുതൽ പോയി. ഓർത്തോണേ, പാടാൻ അവസരം കിട്ടുമ്പോഴും സ്തോത്രം, കിട്ടിയില്ലേ എന്തോ പറയണം? ഏറ്റവും നല്ലൊരു വാക്ക് ഞാൻ പറയാം, പോട്ടെ സാരയില്ലെന്ന് പറയണം. പറഞ്ഞേ, പോട്ടെ സാരയില്ല. അടുത്തിരി ഉപവാസ പ്രാർത്ഥനയുടെ ഈ എത്രാമത്തെ ദിവസം ഇന്ന്? 8ാമത്തെ ദിവസം. നല്ല ദിവസം 8. 8ാം ദിവസം ഒരു 3-4 പേരോട് പറഞ്ഞേ പോട്ടെ സാരയില്ലെന്ന്. ശരിക്കും പറഞ്ഞ് 3-4 പേരോടൊന്ന് ഇന്ന് പടലിയൊക്കെ തിരിച്ച് പറഞ്ഞേ പോട്ടെ എന്തോ ഇല്ല സാരയില്ലെന്ന്. പോട്ടെ സാരയില്ല പറഞ്ഞേ, പോട്ടെ സാരയില്ല. ലോകത്തിലെ ഏറ്റവും നല്ല വാക്കായിട്ട് എനിക്കിപ്പം തോന്നുന്നത് ഏതാ? പോട്ടെ സാരയില്ലെന്ന്. അതിനിപ്പോൾ എന്തോ അതൊക്കെ സാരയില്ല എന്ന് പറയാൻ കഴിയുന്നവൻ ആരുടെ ചുവട്ടിലാണ്? ക്രൂശിൻ്റെ ചുവട്ടിലാണ്. പോട്ടെ സാരയില്ല. ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ ദിവസം ഇത് പറയിപ്പിച്ചു. എല്ലാവരും തമ്മി പറഞ്ഞു പോട്ടെ സാരയില്ലെന്ന്. അന്ന് എനിക്കൊരു അബദ്ധം പറ്റി. തലേരാത്രി എന്നോട് ഭാര്യ ചോദിച്ചു നാളെ ഗസ്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സെക്ഷൻ പാസ്റ്റേഴ്സിനെയും വിളിച്ച് ചോദിക്കുക ആരെങ്കിലും ഉണ്ടോ? അവരെല്ലാം പറഞ്ഞില്ല. ഒരു സെക്ഷൻ പാസ്റ്റർക്ക് അറിയായിരുന്നു, പുള്ളി പറഞ്ഞുമില്ല, മറന്നുപോയി. ഉച്ചയായപ്പോൾ 25 പേര് കഴിക്കാൻ ഞാൻ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടു. എന്തോ ചെയ്യും? അവൾ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം പോട്ടെ സാരമില്ല, പക്ഷെ മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത്. ഈ പ്രാവശ്യം പോട്ടെ സാരമില്ല, പക്ഷെ മേലിൽ എന്ത് ചെയ്തേക്കരുത്, ആവർത്തിച്ചേക്കരുത്. എന്നാലും എന്ത് പ്രശ്നം വന്നാലും നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ പിതാവേ ഇവർ ചെയ്ത് എന്തെന്നറിയായാൽ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നമ്മുടെ വണ്ടിയെ വന്ന് ഇത് ഞാൻ പറയുമ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. വണ്ടിയെ വന്ന് ആരെങ്കിലും ചെറുതായിട്ടൊന്ന് ഉരച്ചിട്ട് പോകുമ്പോൾ എന്തോ പറയണം? പോട്ടെ സാരമില്ല. വണ്ടിയെ തട്ടിയിട്ട് പോകുമ്പോൾ എന്തോ പറയണം? പോട്ടെ സാരമില്ല. കയറി വന്ന മരുമോടെ കയ്യിൽ നിന്ന് നല്ല ക്രിസ്റ്റൽ ഗ്ലാസ് പൊട്ടി വീഴുമ്പോൾ എന്തോ പറയണം? പോട്ടെ സാരമില്ല. രാവിലെ കുക്ക് ചെയ്യാൻ വന്നവർ പാല് മുഴുവൻ തൂക്കിക്കളയുമ്പോൾ എന്തോ പറയണം? പോട്ടെ സാരമില്ല. ഗ്യാസോ ഇല്ല, ഗ്യാസ് കത്തിച്ചിട്ട് കിടക്കുക ഓഫ് ചെയ്യാതെ എന്തോ പറയണം? എന്തോ പറയണം? പോട്ടെ സാരമില്ല. മക്കളെ, പല വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ലൈറ്റ് ഓഫ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഓഫ് ചെയ്യും, അവരിടും, നമ്മൾ ഓഫ് ചെയ്യും, അവരിടും. അതിൻ്റെ പേരിലാണ് പലപ്പോഴും ബൈക്ക്. അതുകൊണ്ട് ഒരു അച്ചായൻ പോകുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം വീട്ടിലെ വഴക്കിന് ഒറ്റ വഴിയേ ഉള്ളൂ, ഇറങ്ങുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. കാരണം ലൈറ്റ് ഇവർ കെടുത്തത്തില്ല. അപ്പം ഇതെല്ലാം വരുമ്പോഴും 200 രൂപ കൂടിയാലും വലുതാണ് നമ്മുടെ വാക്ക്. അതുകൊണ്ട് കർത്താവോട് പറഞ്ഞ് പോട്ടെ സാരയില്ല. ഇന്ന് മുതൽ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ, പോട്ടെ സാരയില്ല. അപ്പോൾ 8ാം ദിവസം എളിയവനായ ദാസൻ പ്രസംഗിച്ചത് എന്താ? പോട്ടെ സാരയില്ല. വേണേ സാങ്കുട്ടിച്ചാൻ ഒരു ഫീച്ചർ ചെയ്യും. എന്താണ്? പോട്ടെ സാരമില്ല. അതൊരു വലിയ കൾച്ചറാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും പറയാനൊത്ത ഭയങ്കര. ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ കാര്യത്തിന് പോലും മനുഷ്യർ ഇടറുകയാണ്. ഞാൻ അടുത്തിടയ്ക്ക് എന്നെ ഒരാൾ, വളരെ സ്നേഹിച്ച ഒരാൾ എന്നോട് ചെറിയൊരു ഭാരത്തിന് പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്തത് എനിക്ക് സഹിക്കാനൊക്കാത്തൊരു കാര്യമായി. ഞാൻ 2-3 ദിവസം എന്നും രാവിലെ എഴുന്നേറ്റ് ഒരു 10 പ്രാവശ്യമെങ്കിലും ഫോൺ എടുത്ത് നോക്കി പുള്ളി എന്നെ അൺബ്ലോക്ക് ചെയ്തു. അൺബ്ലോക്ക് ചെയ്തില്ലെന്ന് കണ്ടപ്പോൾ ഒരാഴ്ച ഞാൻ പുഷ്പഗിരി അഡ്മിറ്റായി. കാരണം എനിക്ക് ശ്വാസം മുട്ടൽ കൂടിപ്പോയി. സത്യമായിട്ട് ഞാൻ പറയും, എനിക്ക് സഹിക്കാൻ കഴിയാത്ത വിഷമമായിപ്പോയി. പക്ഷേ സിമ്പിൾ ഒരു കാര്യമല്ലേ, എന്തോ പറയാം? പോട്ടെ സാരമില്ല. നീ ചെയ്തത് എനിക്ക് പ്രയാസമാണെങ്കിലും ഒരു മൂത്താളെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സഹോദരൻ നിലയിൽ ഞാൻ ഈ പ്രാവശ്യം പറയുക, മക്കളെ പോട്ടെ സാരമില്ല. ഇങ്ങനൊന്നും പറയാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മളെല്ലാം ആരുടെ ചുവട്ടിലായിരുന്നു? കുരിശിൻ്റെ ചുവട്ടിൽ. കർത്താവെ, എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കുരിശിലൂടെ എല്ലാം കാണാൻ ഇടയാക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് എല്ലാം കാണാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായതുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. നിങ്ങൾ നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ. ഇത് ഞാൻ പറയുമ്പോൾ വലിയ പരീക്ഷകൾ എനിക്ക് വരുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പറയുക. പക്ഷേ ജയിച്ചു എന്നുള്ള ഒരമിതമായ ആത്മവിശ്വാസത്തിലും പറയുകയല്ല, എങ്കിലും കൊതി കൊണ്ട് പറയുക, കർത്താവെ എല്ലാ സാഹചര്യത്തിലും ഇങ്ങനെയൊന്ന് പറയാൻ എന്നെ സഹായിക്കണമെന്ന്
നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ അനുഗ്രഹം ഉണ്ടാകും. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഒരു സഹോദരന് രണ്ട് സഹോദരന്മാർ തമ്മിൽ ഭയങ്കര ഒരു പിണക്കമുണ്ടായി. ചെറുപ്പക്കാരാണ് ഈ രണ്ട് സഹോദരന്മാർ. അപ്പോൾ അതിൽ രണ്ടുപേരും തമ്മിൽ പിണങ്ങി. പക്ഷേ ഒരാൾ വചനത്തിന് മുമ്പിൽ ഭയങ്കരമായിട്ട് അങ്ങ് അനുദപിച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞു, അച്ചാ എനിക്ക് കത്രിമേശ എടുക്കണം, ഇത്ര മാസമായിട്ട് ഞാൻ കത്രിമേശ എടുക്കുന്നില്ല ഈ ഒരു വിഷയത്തിന് ശേഷം, അതുകൊണ്ട് എനിക്ക് അവനോട് നിരപ്പാകണം. ഞാൻ നിരപ്പാകാൻ ശ്രമിച്ചിട്ട് അവൻ എടുക്കുന്നില്ല, അച്ഛൻ ഇതിനകത്തുനിന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇടപെടാൻ കുഞ്ഞേ. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഒന്നുമില്ലെങ്കിൽ അവനൊരു വചനത്തോടൊരു പ്രതിബദ്ധതയും തിരുമേശയോടൊരു ബഹുമാനവും ആദരവും ഒക്കെ തോന്നിയതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ മറ്റേ സഹോദരനെ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മകനെ കുഞ്ഞെ നിന്നോട് ഇണങ്ങണമെന്ന് ഈ സഹോദരന് ആവശ്യമുണ്ട്. അവൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. അവൻ ചെയ്തതിനെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ ക്ഷമ ചോദിക്കും, വിട്ട് കളയണം, നാളെ തിരുമേശയാണ്. ഇവന് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ടു. പിന്നെ പറഞ്ഞ വാക്കുകളൊക്കെ ശരിയായ ഭാഷയല്ല. ഞാനങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിച്ചാൽ പോലും അവനോട് ഞാൻ മിണ്ടില്ലെന്നൊക്കെയുള്ള നിലപാടിൽ ഒത്തിരി മോശപ്പെട്ടു. അപ്പോൾ ഈ മറ്റേ സഹോദരൻ കൈ കൂപ്പി മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ വലിയ ആളായതുകൊണ്ടല്ല നിന്നോട് ക്ഷമ പറയുക, ഒറ്റ കാര്യം കൊണ്ടാണ്, തിരുമേശയെ ഭയന്നും ദൈവത്തെ ഭയന്നും നാളെ തിരുമേശ എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് അതിനോടുള്ള തിരുമേശയോടുള്ള ബഹുമാനാർത്ഥം കുഞ്ഞ് അതിനോടൊന്ന് പ്രതികരിക്കണമെന്ന് പറഞ്ഞു. ഇവൻ ചെയ്തില്ല. അവസാനം ഇവന് കരഞ്ഞു പറഞ്ഞിട്ടും അവൻ നിലപാട് മാറ്റുന്നില്ല. സത്യത്തിന് എനിക്കും ഇച്ചിരി ദേഷ്യം വന്നു. ഞാൻ പെട്ടെന്ന് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇച്ചിരി മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കാൻ താല്പര്യപ്പെട്ട മകനോട് പറഞ്ഞു, കൈ നീട്ടാൻ പറഞ്ഞു. കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ തെറ്റിൽ നിന്ന് ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിനക്ക് ഒഴിവ് തന്നിരിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഇതിൽ നിന്ന് നീ ഒഴിവുള്ളവനും നാളെ തിരുമേശ എടുക്കാൻ നീ യോഗ്യനുമാണ്. അത് എൻ്റെ കർത്താവ് തന്ന അധികാരത്തിൽ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി. സംഭവിച്ചൊരു കാര്യം, അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ക്ഷമിക്കാതിരുന്ന പയ്യന് അവൻ ഇന്ന് എന്താണെന്ന് എനിക്ക് പബ്ലിക്കലി പറയാൻ പാടാം. അവനുണ്ടായ രോഗങ്ങൾ, അവൻ്റെ തകർച്ചകൾ. എന്നാൽ മറ്റേ കുഞ്ഞിനെ അതോടുകൂടി അവൻ്റെ ജീവിതത്തിൽ വഴി തുറന്നു. ഇന്ന് ആ കുഞ്ഞ് വിദേശ രാജ്യത്ത് കുടുംബമായി വിവാഹം കഴിച്ചതിന് ശേഷം താമസിക്കുക. ക്ഷമിച്ചവനും ക്ഷമിക്കാത്തവനും രണ്ട് തലത്തിലൂടെ പോവുകയാണ്. ക്ഷമിച്ചവൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ക്ഷമിക്കാത്തവൻ വളരെ ദുരിതക്കയത്തിലൂടെ ഇന്നും തുടരുന്നതിൻ്റെ കാരണം അന്ന് ഒരു കാറ്റ് വിട്ടുവീഴ്ച ചെയ്യാഞ്ഞിട്ട് ഈ രാത്രി കർത്താവ് തൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുക. എന്തിൻ്റെ സംസ്കാരത്തിലേക്ക്? ക്രൂശിൻ്റെ സംസ്കാരത്തിലേക്ക്. ഇച്ചിരി കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ വന്നാൽ പോലും ദൈവമേ, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് എന്നോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ്. ഇതിപ്പോൾ ലോകം മുഴുവൻ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതല്ല, നമ്മുടെ കൊച്ചു സർക്കിളിനകത്ത് ക്ഷമയുടെ ഒരു മഹത്വത്തെ കാണിക്കാൻ എനിക്ക് കഴിയണമെന്ന് നമുക്ക് ഈ 10-ാം ദിവസം വീണ്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ആരോട് ചേർന്ന് നിൽക്കുക? ക്രൂശിനോട് ചേർന്ന് നിൽക്കുക. പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടൊന്ന് സ്തോത്രം ചെയ്തേ. പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സംസ്കാരത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നയിക്കണമെങ്കിൽ രണ്ടാമതൊരു കൾച്ചറൂടെ നമുക്കുണ്ടാകണം. രണ്ട് കള്ളന്മാരെക്കുറിച്ച് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്, ഇടത്തും വലത്തും എന്നൊക്കെ പറയുക. എങ്ങനെ ആയിക്കോട്ടെ, ഒരു കള്ളൻ പറയുന്നത് അവനെ പ്രാഗിയാണ്, അവനെ കളിയാക്കിയാണ്. പക്ഷെ മറ്റൊരാൾ അന്ന് പറഞ്ഞു, നമ്മൾ ഈ തെറ്റിന് യോഗ്യനാണ്, നമ്മൾ ശിക്ഷാവിധിയിലാണ്, കാരണം നമ്മൾ തെറ്റ് ചെയ്തവരാ, ഇവനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വയം തെറ്റ് സമ്മതിച്ചവനെയാണ് തമ്പുരാൻ തൻ്റെ പറുദീസയിൽ ഇരുത്തിയത്. സ്വയം നീതീകരിച്ചവനെ അല്ല. നമ്മൾ സമശിക്ഷാവിധിയില്ല, നമ്മൾ തെറ്റ് ചെയ്തവരാ, പക്ഷേ ഇവനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വയം നീതീകരണം അപകടത്തിലേക്ക് പോകുമ്പോൾ സ്വയം കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ തമ്പുരാൻ പറയും, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസ ഇരിക്കും. അതിന് ആ മനുഷ്യന് കിട്ടിയ ചാൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ചാൻസ് തന്നെ ഫസ്റ്റ് ചാൻസ് ആയിരുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഒരിക്കലും ഒരു സെൽഫ് റൈച്ചസിലേക്ക് പോകാതെ, ഒരു
സ്വയം നീതീകരണത്തിലേക്ക് പോകരുത്. എൻ്റെ തെറ്റുകൾക്ക് മുമ്പിൽ കർത്താവെ, ഞാൻ സമശിക്ഷാവിധിയിലായത് എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടോ, ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങും. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഏത് തെറ്റും എൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഒരിക്കലും ഒരു നീതീകരണത്തിന് ശ്രമിക്കാതെ തൻ്റെ തെറ്റിനെ തിരിച്ചറിഞ്ഞ് ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒരിക്കലും ഒരു സ്വയനീതീകരണത്തിൻ്റെ തലം എനിക്കുണ്ടാകാതെ എൻ്റെ തെറ്റുകളെ തിരുത്താനുള്ള ഒരു കൃപ തരണം ക്രൂശിൻ്റെ ചുവട്ടിൽ. അങ്ങനെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒരിക്കലും ഉടന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച്, കർത്താവെ, എനിക്ക് ഒരിക്കലും സ്വയനീതീകരണം വേണ്ട, സെൽഫ് റൈച്ചസ്നെസ് വേണ്ട. സെൽഫ് റൈച്ചസ്നെസ് ഭയങ്കര അപകടമാണ്.